എന്നാളൊരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ പറയാണ്, ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ? അല്ല, ഓൻ വണ്ടി ഷാട്ടാക്കുമ്പോഴേക്ക് ഓൾ ഓടിപ്പോയി പറയുന്നത് കാണാം, നിങ്ങൾ നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ, മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ. അതൊക്കെ ഒരു പുരയിലിരിക്കുന്ന പെണ്ണിന്റെ സ്വപ്ന. ആഴ്ചയിൽ 6 ദിവസം പുറത്തുള്ള ഞമ്മക്ക് വലിയ മുഹബത്ത് തോന്നൂല, പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹം അത് ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പൂതി. കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ, ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ, ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ. ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം. അല്ലാണ്ട് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പൊലിക്കുക, ഇത് മാത്രമല്ല. അത്രേ ഉള്ളൂ ചിലർക്ക് ദീന് എന്ന് പറഞ്ഞാ. നല്ല ദീനി കുടുംബ, പക്ഷെ ആ പോരയിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു ചിരി, ഒരു തമാശ, ഇതൊന്നും ഉണ്ടാവില്ല. ദീനി കുടുംബ എന്നാ പറയാ. എന്താ ദീനി കുടുംബമാണുള്ള കാരണം? വാപ്പ നേരെ പള്ളിയിൽ പോകുന്നു, നിസ്കരിച്ചു വരുന്നു, മൂപ്പര് പോകുന്നു, വരുന്നു, ഉമ്മ കുപ്പായെടുത്തെടുത്ത് നിസ്കരിക്കുന്നു, നിസ്കാരത്തുന്നു, സലാം വിട്ടുന്നു, ഖുർആൻ ഓതുന്നു. ഇത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോ പോലും 4 വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം. കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം, പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം, ചിലപ്പോൾ തമാശ അറിയണം. റസൂൽ പറഞ്ഞിട്ടില്ലേ? അള്ളാന്റെ റസൂൽ ഓട്ട മത്സരം നടത്തിയിട്ടില്ലേ? ഇന്ന് 40 വയസ്സ് കഴിഞ്ഞ് മൂത്തോളെ കെട്ടിച്ച പിന്നെ വാപ്പയും ഉമ്മയുടെയും വിചാരം ഞാള് വയസ്സന്മാരായി. ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട്. ഓൽ ഒരുമിച്ചൊരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ ചോദിക്കും ഇത്ര പ്രായമായിട്ടും പോയെന്ന്. 95 വയസ്സ് വരെ കമിതാക്കൾ തന്നെയാ. അള്ളാന്റെ പ്രവാചകൻ 53-ാമത്തെ വയസ്സിലാ മുതൽ 63 വയസ്സ് വരെയാ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത്. 53-ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിനെ കെട്ടുന്നത്. 53 വയസ്സുള്ള ഒരാളെങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ. 13 വയസ്സ് 12 വയസ്സുള്ള ആയിഷ ബീവിയും, എന്നിട്ട് റസൂലോ ഭാര്യ ആയിഷ ബീവി ഓട്ട മത്സരം നടത്തുക. ഇന്ന് അവനാന്റെ ഭാര്യന്റെ പേരെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല. ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പ അകത്ത് അല്ലെങ്കിൽ ഉമ്മ അകത്ത്, വാപ്പ പുറത്ത് തണയല് എന്ന പോലെ. ഓരോ സെക്കൻഡും ആസ്വദിക്കണം. മരിക്കുന്നവരെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? 68 വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാരാഘോഷിച്ചു. കമിതാക്കൾ, 68 വയസ്സുള്ള കമിതാക്കൾ. എന്താ കാരണം? അടിയിലേക്കാരും വായിച്ചില്ല. വാപ്പനെയും ഉമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ. മൂത്തോൻ പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം, ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം. ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല. ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു. പിറ്റേന്ന് നേരം വെളുത്ത് മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക, നാട് വിടുക. അതാ മനുഷ്യരെ സ്നേഹം. അല്ലാണ്ട് ഈ 5 അടി കട്ടുമല് 10ാം ക്ലാസ്സിൽ ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പർമേല് 1 മണി വരെ ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം. അത് ലൈഫല്ല, അത് അഭിനയങ്ങളാ. പടച്ചോൻ തന്നത് ഒരു സെക്കൻഡ് ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം. കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല.